അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അബായാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് പെരുന്നാളിന് വേണ്ടിയിട്ട് ചെയ്തൊരു അബായായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തത് ഇടാൻ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വേറെ വീഡിയോസ് എടുക്കാനായിട്ടൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു കഫ്താൻ മോഡലാണ് അബായ ചെയ്യണത്. പിന്നെ പെരുന്നാളിനധികം ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനുള്ളതായിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സാധാ ചുരിദാർ, അതുപോലെ നൈറ്റികൾ, ബ്ലൗസ് അത്രയ്ക്ക് തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള മോഡലൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോസൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അബായ ചെയ്യുന്നത് കഫ്താൻ മോഡലാണ്. നമുക്ക് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. കോഴിക്കോട് നിന്നുള്ളൊരു കസ്റ്റമറായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നിത മെറ്റീരിയലാണ് കേട്ടോ ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഫ്താനായതുകൊണ്ട് നമ്മുടെ ഫുൾ ലെങ്ത് എത്ര വരുന്നത് നോക്കിയിട്ട് അത് മതിയല്ലോ, അത്രയും എടുത്താൽ മതി. അപ്പോൾ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ കയ്യോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൽ പ്ലീറ്റ്സ് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 4 മീറ്ററൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇത് നല്ല വീതിയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ പിന്നെ അത്രയും മതി. കൈയൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കട്ടിങ്ങൊന്നും ഒരുപാടൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം മേലെ കണ്ടോ, ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് ഷോൾഡറൊന്നും ജോയിൻ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത പാട് ഇങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് 56 സൈസിലാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ 56-ന് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 57 ഇഞ്ചിലാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഷോൾഡർ ജോയിൻ ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും സീം അലവൻസ് ഒന്നും ഇടാനില്ല. അപ്പോൾ നമ്മുടെ ഇറക്കം മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട്. പിന്നെ മേൽഭാഗത്ത് ഇതാ ഷോൾഡറൊന്നും നമുക്ക് കട്ട് ചെയ്യാനില്ലല്ലോ, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, എത്ര വേണം എന്നറിയണ്ടേ. അപ്പോൾ 7.5 ഇഞ്ച് ഞാൻ ഷോൾഡർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 7.5യുടെ അവിടെ നിന്ന് നമ്മൾ സ്ലീവ് ലെങ്ത്ത് എത്ര ആണോ അതും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത്തിൻ്റെ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് കറക്റ്റാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. വീതി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ലീവും ഷോൾഡറും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടിഭാഗത്തായിട്ട് നമുക്ക് ആ മേലത്തെ അത്രയും വീതി അടിയിൽ കൊടുക്കണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ വീതി ഇത്തിരി കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് താഴത്തുനിന്ന് മേലേക്ക് ഒന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ വീതി ഒന്ന് കുറക്കുകയാണ്. ഈ ഒരു ഫുൾ മെറ്റീരിയലിൻ്റെ വീതി ഇട്ടിട്ടില്ല അടിഭാഗത്തേക്ക് കേട്ടോ. വേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. പക്ഷേ ഇത് അത്രയും വേണ്ടാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വീതി ഒന്ന് കുറച്ചതിന് ശേഷം നമ്മൾ ആദ്യം ആ 3 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു 3 ഇഞ്ചിൽ നിന്ന് ഈ ഒരു വീതിയിലേക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 3 ഇഞ്ച് ഇപ്പുറത്തേക്കും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീതിയുടെ ഭാഗത്തേക്ക് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ മേലേക്ക് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗമില്ലേ, മേൽഭാഗം അവിടേക്കായിട്ട് ഈ ഒരു ഇതിൽ നിന്ന് നേരെ അങ്ങോട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കട്ടോ, ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫുൾ വീതി എടുക്കേണ്ടവർക്ക് എടുക്കുക കേട്ടോ. പക്ഷേ ഇത് അധികം തടിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അധികം തടി ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് വീതി അടിയിലേക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ഒന്ന് ഒരു റൗണ്ട് ഷേപ്പായിട്ട് വന്നോട്ടെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു 3 ഇഞ്ചൊന്ന് ഷേപ്പാക്കി മാത്രം കൊടുത്താൽ മതി, വീതി കുറക്കണമെന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെ അടിയിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്കായിട്ട് വീതി കുറക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നേരെ ഒന്നാണ്ട് ഷേപ്പാക്കിയിട്ട് വെട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നെക്കിൻ്റെ ഭാഗം, അവിടെ ആയിട്ട് ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കട്ടിങ് കൊടുത്തത്. പിന്നെ അതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നിവർത്തിയിടുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കൊന്ന് നെക്ക് കട്ട് ചെയ്യണമല്ലോ ഫ്രണ്ടിലത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ടും ബാക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ. കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഫ്രണ്ടും ഒരു സൈഡ് ബാക്ക് പാർട്ടുമാണ് കേട്ടോ. ആ ഒരു രീതിയിൽ രണ്ടും രണ്ടാക്കിയിട്ട് നമ്മൾ സെൻറ്ററിൽ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലെ നെക്ക് മാത്രം കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബാക്കിൽ നെക്ക് കൊടുക്കണില്ല, ഒരു കോളർ മോഡൽ ഇങ്ങനെ ഒരു പടി വെച്ച് കൊടുക്കുകയാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാനിതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ് കേട്ടോ. 11-10 കേട്ടോ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനുണ്ട്, ഞാനവിടെ എത്രയും മാർക്ക് ചെയ്തെന്ന് എനിക്ക് കാണാനില്ല കേട്ടോ. അന്നത്തേതായതുകൊണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 10-11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ സാധാരണ ലെങ്ത്ത് വീതി നമുക്ക് വരുന്നത്, നെക്കിൻ്റെ വീതി വരുന്നത്
2.5 3 അല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു മാർക്കിങ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പടിയാണ് കേട്ടോ അവിടെ വെച്ച് കൊടുക്കുന്നത്, ഒരു പട്ട. അപ്പോൾ അതും കൂടെ ഒന്ന് അങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പട്ട അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 1.5 ഇഞ്ച് അവിടെ വരുമല്ലോ. പിന്നെ അത് അടിയിലും ജസ്റ്റ് ഇതുപോലെ 1.25 ഇഞ്ചോ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്നുണ്ട്, ഈ ഒരു അടിഭാഗത്തായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്, അതുകൊണ്ടാണ് 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി വീതി. എന്നിട്ട് നമ്മളിതാ മാർക്ക് ചെയ്തതിൽ കൂടെ വി ഷേപ്പ് വരച്ചല്ലോ, ഇനി അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് കട്ട് ചെയ്യണത്, ബാക്കിൽ നെക്ക് കട്ട് ചെയ്യണില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഇപ്പോൾ നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് കൊടുത്തില്ലേ, ആ 1.5 ഇഞ്ചിൻ്റെ അവിടെ ആ ഒരു കോർണർ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ്ങിന് ഇട്ട് കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു നോട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നിവർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ വി ഷേപ്പിലുള്ള നെക്ക് വരും. വിയും പിന്നെ അടിയിലൊരു ചെറിയൊരു ഇതും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും നെക്ക്. അപ്പോൾ ഇത്രയും വീതി വന്നിട്ടുള്ളത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് ടോട്ടൽ ഇട്ടതിൽ 2 സൈഡാണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും 3 ഇഞ്ച് വരിക. 3 ഇഞ്ചിന് നമ്മൾ 1.5 ഇഞ്ചൊക്കെ ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് ഇതാക്കണം. ഇത് ഇപ്പം നമ്മൾ നെക്കിൽ കൊടുക്കാനുള്ള ഒരു പട്ടയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കോളർ പീസ് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യണത്. ഈ ഒരു പീസിൻ്റെ വീതി എന്ന് പറയുന്നത് 3.5 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ഇഞ്ചാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരിക. അപ്പോൾ 1.5 ഇഞ്ച് ഒരു സൈഡ്, മറ്റേ സൈഡും 1.5 ഇഞ്ച്. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് കൂടുതലും കൊടുക്കുന്നുണ്ട് കേട്ടോ 2 സൈഡിൽ. അപ്പോൾ 3.5 അല്ല 4 ഇഞ്ച് കേട്ടോ. 4 ഇഞ്ചിൻ്റെ ഒരു പട്ടയാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത് നെക്കിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നെക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് ഞാനിതാ ഇതുപോലെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു അരികോശമൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ ഇനി ഇതിൻ്റെ നൂലൊന്നും ഊരിപ്പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആ ഒരു അരികോശമൊക്കെ ഒന്ന് ഓവർലോക്ക് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ പിന്നെ അതുവരെ നമ്മൾ കൈയൊക്കെ തട്ടി നൂല് ഊരിപ്പോവും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു നെക്കിൻ്റെ ഒരു പടി ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നല്ല വശമാണ് കേട്ടോ ഇത്. നല്ല വശം നമ്മൾ നല്ല വശത്തിൻ്റെ രണ്ടിൻ്റെ നല്ല വശം തന്നെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിട്ട് കൊടുത്തില്ലേ ഫസ്റ്റിൽ ആ നെക്കിൻ്റെ ഭാഗം, ആ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. കട്ടിട്ട ഒരു ഭാഗത്തു നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കും ഒക്കെ ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്കിലെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ സൂചി ഒന്ന് കുത്തി വെച്ചിട്ട് തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ അവിടെ വരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിച്ചിങ് നിർത്തുക കേട്ടോ, ഒന്ന് കെട്ടിട്ടിട്ട് നിർത്തുക. പിന്നെ അത് ആ ഒരു ഏരിയയിൽ ഈ ഒരു പട്ടമ്മൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ഈ ഒരു പട്ട വെക്കുമ്പോൾ, അപ്പോൾ ആ കട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് മറിക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് മറിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് കട്ടിട്ട് കൊടുത്തത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും, നമ്മൾ ഉള്ളിലേക്ക് മറിച്ചതിന് ശേഷം ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ആ ഒരു വീതി ഉണ്ടല്ലോ അതൊന്ന് കുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ഇഞ്ചൊക്കെ ആക്കിയിട്ട് കുറച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ 3 ഇഞ്ച് ഉണ്ടാവും, നമ്മൾ 1.5 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തതല്ലേ, കട്ട് ചെയ്തതല്ലേ. അപ്പോൾ അതിന് നമുക്ക് 1 ഇഞ്ച് ആക്കിയിട്ട് ചുരുക്കി കൊണ്ടുവരാം കേട്ടോ. 1.5 ഉള്ളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ചുരുക്കിയിട്ടിട്ട് സ്റ്റിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു മോഡൽ ആ ഒരു റെഫറൻസ് പിക്ക് തന്നതിൽ ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് വരുന്നുണ്ട്, ഒരു വള്ളി വരുന്നുണ്ട്, അതൊക്കെ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ 2 കോർണറിലായിട്ട് വള്ളി വെച്ച് കൊടുക്കണം. ഇതൊരു ഷോക്ക് വേണ്ടിയിട്ട് വെക്കണതാണ് കേട്ടോ ഈ വള്ളി, അല്ലാതെ ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ, അപ്പോൾ അതിലുള്ള പോലെ ചെയ്യാണ്. അപ്പോൾ 2 സൈഡിലായിട്ട് 2 വള്ളി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൂടെ നോക്കണം കേട്ടോ, അത് ഉള്ളിലേക്ക് പോകരുത്, പുറത്തേക്ക് വരുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം.
പിന്നെ അതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നമ്മളിതാ ഇങ്ങനെ വെക്കുമല്ലോ, ഈ ഒരു നെക്കിൻ്റെ പീസ് ഇങ്ങനെ വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഉള്ളിലേക്ക് ഈ ഒരു എന്താ പറയുക പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അതും ഈ പട്ടയും കൂടിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് പിടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് എന്താണ് ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കവർ ചെയ്ത് വരും. മറ്റേത് മേൽഭാഗത്ത് ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട, അബായ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് പുറത്തേക്ക് കാണണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഇതില്ലേ മാക്സികളോ, കോട്ടൺ മാക്സിയോ അതല്ലെങ്കിൽ കോട്ടൻ്റെ ടോപ്പുകൾ അങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ആകുമ്പോൾ മേലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, ഉള്ളിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കാനാണ് നല്ലത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു വള്ളിയാണ് കേട്ടോ. ഇത് ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. വീഡിയോയിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 പ്രസ് ബട്ടൺ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, അടിഭാഗവും സൈഡും ഒക്കെ, അതൊക്കെ ജസ്റ്റ് ഇതേപോലെ കരൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബീഡ്സ്, ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹാൻഡ് വർക്ക്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് അബായയുടെ. പക്ഷേ ഇതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് മറന്നു. അത് ലാസ്റ്റ് തിരക്കായപ്പോൾ ഞാൻ വേഗം സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടോ. അതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ചിലപ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഹാൻഡ് വർക്ക് ചെയ്ത ഇതാണ് കേട്ടോ, മാംഗോ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് 2 സൈഡിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൽ 2 പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ഉള്ളിലായിട്ട് ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ, 2 ഇഞ്ച് വീതി വരുന്ന ഒരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് പതിച്ച് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഒരു പട്ട പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അത് വേണ്ടാത്തവർക്ക് അങ്ങനെ ചെയ്യണം എന്നില്ല, ജസ്റ്റ് കര മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്നുള്ള ഞാനൊന്ന് സൂമാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ 2 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്കൊരു നല്ല വശത്ത് ഒരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വീതി വന്നിട്ടുള്ള ഒരു 4.5 ഇഞ്ചോ 5 ഇഞ്ചോ ഒക്കെ മതി കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ടിനനുസരിച്ച് മതി, ഒരുപാട് വീതിയൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കണ്ടില്ലേ, ആ ഒരു വീതിയിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 ഇഞ്ചിൻ്റെ പട്ട വെച്ചിച്ചാൽ 2 ഇഞ്ചിൻ്റെ പട്ടയുടെ അത്രയും ഉള്ളിലേക്ക് അങ്ങോട്ടായിട്ട് ജസ്റ്റ് 2 സൈഡൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് ഒന്നും കൂടെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാത്രം മാർക്ക് ചെയ്തിട്ട് തുണിയുടെ പുറത്ത് കൂടെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കും, നിങ്ങൾക്ക് സ്റ്റിച്ച് പോയിട്ടുള്ളത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ജസ്റ്റ് 2 സൈഡും കൂട്ടി കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഉള്ളിലേക്കൊന്നും സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാനില്ല. ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരികയാണ് കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും കാണിക്കുകയാണ് സ്ലീവിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ ഈ ഒരു പട്ടയുടെ വീതിക്കാണ് നമ്മൾ ഷേപ്പും കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ട ഈ ഒരു വീതിക്ക് നമ്മളിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്, നേരെ അടിയിലേക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ്. പിന്നെ സൈഡും എല്ലാം ഞാൻ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഒരു കർവ് ഷേപ്പാണല്ലോ അടിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു കസ്റ്റമർ എനിക്ക് വീഡിയോ അയച്ചു തന്ന സമയത്ത് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ സൈഡിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ ഒരു ഫോട്ടോ. ഇതിൽ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നുമല്ല, ഈ ഒരു വീഡിയോയിൽ ഉള്ളിലൊരു വെള്ള കളറാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അവർ വീഡിയോ അയച്ചതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പുറത്ത് ബ്ലാക്കും ഉള്ളിൽ ഒരു ഗ്രേ കളറോ അങ്ങോട്ടായിട്ട്. ശരിക്കും അത് തുണിയുടെ അകമ്പുറമാണ് കേട്ടോ. ഉള്ളും നല്ല വശം ചീത്ത വശമാണ്. പക്ഷെ അവർക്ക് ആ സെയിം മെറ്റീരിയൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞത്. അവരതിന് മുന്നേ മെറ്റീരിയൽ ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞില്ല, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എടുത്തോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അത്രയും കാര്യമാക്കിയില്ല. ഞാൻ മെറ്റീരിയൽ ഫോട്ടോ കാണിച്ചപ്പോൾ നമുക്ക് 2-3 ഷോപ്പിൽ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ, ഒരു സെയിം മെറ്റീരിയൽ കിട്ടിയില്ല. പക്ഷേ അത് അവർ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനതിനെ പിന്നെ അന്വേഷിച്ചൊന്നുമില്ല. കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കേട്ടോ ഞാൻ നോക്കിയത്. പിന്നെ ഞാൻ കിട്ടിയില്ല എന്ന് ഇവരോട് പറയുകയും ചെയ്തില്ല കേട്ടോ. അവർ എന്നോട് മെറ്റീരിയലിൻ്റെ കാര്യം അങ്ങനെ ഇതന്നെ വേണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ അയച്ചു കൊടുത്തപ്പോഴാണ് അവർ പറയണത്.
അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കളറ് വരുന്നുണ്ട് എന്ന്. അപ്പോൾ എന്താണ് ഇവർ ഇത്ര സീരിയസ് ആയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ മെറ്റീരിയലിൻ്റെ കാര്യം. അപ്പോൾ അവർ പറഞ്ഞത് വേണ്ട, അത് അയച്ചിട്ടോ. ഞാൻ അയച്ചതിന് ശേഷമാണ് അവർ പറഞ്ഞത്. വീഡിയോ അയച്ചതും അവർക്ക് കൊറിയർ ചെയ്തതൊക്കെ ഒരേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ അയക്കട്ടെ ചോദിച്ചിട്ട് അവർ യെസ് പറഞ്ഞതിന് ശേഷം ഓക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അയച്ചു കൊടുത്തതൊക്കെ. ഞാൻ അവരെ കുറ്റം പറയല്ല കേട്ടോ. പക്ഷെ അവർ പിന്നെ ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഇത് വീഡിയോ കണ്ടപ്പോൾ ആളുടെ വൈഫിന് ഭയങ്കര ഇതായി. അപ്പോൾ അത് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ റിട്ടേൺ ചെയ്യുന്ന രീതിക്കുള്ളൊരു ഇതൊക്കെ വന്നിട്ട്, അപ്പോൾ ഞാൻ കുറേ എഫേർട്ട് എടുത്തതല്ലേ നമ്മൾ ചെയ്യുക, പ്രത്യേകിച്ച് ഹാൻഡ് വർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അധികം അങ്ങോട്ട് ഇതാക്കിയില്ല കേട്ടോ. തെറ്റ് സംഭവിച്ച് ഞാൻ സമ്മതിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഞാൻ അവരോട് മെറ്റീരിയൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു, ശരിയാണ്. അല്ല, പറഞ്ഞില്ല, അത് ശരിയാണ്. പക്ഷെ അവരത്ര സീരിയസ് ആയി ഇതേ മെറ്റീരിയൽ തന്നെ വേണം, ഇത് കിട്ടിയില്ലെങ്കിൽ പറയിട്ടാന്നൊന്നും അവർ പറഞ്ഞില്ല. രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞപ്പോൾ പിന്നെ അവരധികം ഇതാക്കിയൊന്നുമില്ല, അത്ര സ്ട്രിക്റ്റ് ആയൊന്നുമില്ല. പിന്നെ എമൗണ്ടൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാലൻസ് കുറച്ചേ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കിട്ടിയതിന് ശേഷം അയക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റിൽ ഞാൻ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു കേട്ടോ. ഫുള്ളായിട്ടൊന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായി ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ ഓർഡർ എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കൊറിയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കവർ ഉണ്ടല്ലോ, നമ്മളിത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അവർക്ക് ഇന്ത്യ പോസ്റ്റിലാണ് ചെയ്യാറ്, ചിലപ്പോൾ DTDCയും ചെയ്യാറുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഇതിനനുസരിച്ച് ചെയ്യാറ്. പക്ഷേ ഇത് നമുക്ക് എന്താ പറയുക, ഒട്ടിച്ചിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അവർ കാണിച്ച് ഇത് തുറന്ന് നോക്കി ഇതിലെന്താ സാധനം എന്ന് കണ്ടതിന് ശേഷം അവിടെ സീൽ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ ചെയ്യണത്? അപ്പോൾ ഇതുപോലെ കൊറിയർ ചെയ്യുന്ന നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടാവോ? ഞാൻ എപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താലും അവരത് ചിലപ്പോൾ ചീത്ത പറയട്ടോ, അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്ത പ്രാവശ്യം ശരിയാക്കണമെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലോസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കയ്യബദ്ധങ്ങളൊന്നും പറ്റാതെ നോക്കുക കേട്ടോ. ഇതുപോലെ മെറ്റീരിയലിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.